അമ്മയിലെ തർക്കവുമായി ബന്ധപ്പെട്ട അൻസിബിയുടെ പരാതിയിൽ മൊഴി നൽകാൻ നടി ലക്ഷ്മിപ്രിയ തൃക്കാക്കര പോലീസിന് മുന്നിൽ ഹാജരായി. അൻസിബിക്കെതിരായ പരാതിയിൽ തന്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് ലക്ഷ്മിപ്രിയ. തനിക്ക് അയച്ച അനാവശ്യമായ മെസ്സേജിനെ കുറിച്ച് പലതവണ ചോദിച്ചിട്ടും അൻസിബ വിശദീകരിക്കാൻ തയ്യാറായില്ല. കയ്യിലുള്ള തെളിവുകളെല്ലാം പോലീസിന് കൈമാറും. വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ സംഘടന ഇടപെടേണ്ട ആവശ്യമില്ലെന്നും ലക്ഷ്മിപ്രിയ പറഞ്ഞു. നമ്മളുടെ അടുത്തുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കും. ഇപ്പം ഇവർ പല രീതിയിലും തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനൊരു കംപ്ലൈൻറ്റിന് പോകുന്നതിന് മുമ്പ് അവിടെ CCTV വിഷ്വൽസ് അവൈലബിൾ ആണോ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടാണ്. ഇതൊരു പ്ലാൻഡ് മൂവ്മെൻ്റ് ആണല്ലോ, അപ്പം അങ്ങനെ കേസ് കൊടുത്തത്. അപ്പം നമ്മളുടെ അടുത്ത് വ്യക്തമായിട്ട് അവിടെ എത്ര സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നും എല്ലാമുള്ള ഡിജിറ്റൽ അവിടെ എന്ത് നടന്നു എന്നുള്ളതിൻ്റെ ഡിജിറ്റൽ എവിഡൻസ് എൻ്റെ അടുത്തുണ്ട്. അത് ഞാൻ ഫുള്ള് ഇന്ന് കൈമാറും. എൻ്റെ ഫോണിലേക്ക് അൺനെസസറി ആയിട്ട് അയക്കുന്ന ഒരു മെസ്സേജിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ഞാനല്ലേ തീരുമാനിക്കുന്നത്. അത് പരാതി കൊടുക്കേണ്ടതുണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ ഹസ്ബൻഡ് പ്രശ്നമാക്കിയത് വിട്ടേക്കോ. എൻ്റെ ഫോണിലേക്ക് അങ്ങനെ അയക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് പറയാമല്ലോ, എനിക്ക് നിയമപരമായിട്ട് പോകണമെങ്കിൽ എനിക്ക് അങ്ങനെ പോകാനുള്ളൊരു അവകാശമില്ലേ. പിന്നെ 3 മണിക്കൂർ സ്റ്റേഷനിൽ ഇരുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ പോലീസ് അതോറിറ്റിയാണ് സ്ഥിരീകരിക്കേണ്ടത്. പക്ഷേ എൻ്റെ ഓർമ്മയിൽ 1 മണിക്കൂർ 17 മിനിറ്റും 20 സെക്കൻഡും മാത്രമാണ് ഞങ്ങൾ അവിടെ ഇരുന്നത്. ഇത്ര കൃത്യമായിട്ട് ഞാൻ ആ ടൈം ഡ്യൂറേഷൻ പറയണമെങ്കിൽ എൻ്റെ കയ്യിൽ അതിന് സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ട് എന്ന് കരുതിക്കോളൂ. നമ്മൾ രണ്ടുപേരും ഒരേ സംഘടനയിലെ അംഗങ്ങളാണ് എന്ന് വിചാരിക്കുക. നമ്മൾ സംഘടനയ്ക്ക് പുറത്ത് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് സംഘടനയ്ക്ക് അതിൽ എന്താണ് ബാധ്യത, എന്താണ് സംഘടനയാണോ അത് അന്വേഷിക്കേണ്ടത്? നമ്മൾ അത് നിയമപരമായിട്ട് നമ്മൾ നേരിടുക തന്നെയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് സംഘടന ഇടപെടാനായിട്ട് ഇതെന്താണ്? വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, താരസംഘടനയ്ക്കകത്തെ പ്രശ്നം, 2 വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നം, അത് പിന്നീട് നിയമ നടപടിയിലേക്ക് നീങ്ങുന്നു. ഈ ലക്ഷ്മിപ്രിയ മൊഴി നൽകിയോ? എന്താണ് താരം വ്യക്തമാക്കുന്നത്? 1 മണിക്കൂർ നീണ്ട മൊഴിയെടുപ്പിന് ശേഷം ലക്ഷ്മിപ്രിയ മടങ്ങിയിട്ടുണ്ട്. ഏതായാലും തന്റെ പക്കലുള്ള തെളിവുകളെല്ലാം തന്നെ പോലീസിന് മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ടെന്നാണ് ലക്ഷ്മിപ്രിയ പറഞ്ഞത്. ഒപ്പം തനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇത് സംഘടനയ്ക്കുള്ളിലെ പ്രശ്നമല്ല, മറിച്ച് ഇത് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമാണ്. ഇത് സംഘടനയ്ക്കുള്ളിൽ നടന്ന സംഭവമല്ല. അത് താനും ഹൻസിബയും തമ്മിലുള്ള ഒരു ചാറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് പിന്നീട് ഈ നിയമ പോരാട്ടത്തിലേക്ക് അല്ലെങ്കിൽ ഒരു നിയമ നടപടികളുമായി ഇരുവരും രംഗത്തെത്തിയതെന്നാണ് ലക്ഷ്മിപ്രിയ പറയുന്നത്. തന്റെ പക്കൽ കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട്. ആദ്യം തന്നെ ലക്ഷ്മിപ്രിയ പറയുന്നത് അൻസിബ ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം വ്യാജമാണ്. കാരണം 3 മണിക്കൂർ ആയിരുന്നില്ല അന്ന് തൃപ്പൂണിത്തറ ASI രേഷ്മയുടെ നേതൃത്വത്തിലുള്ള മൊഴിയെടുപ്പിൽ സംഭവിച്ചത്. 1 മണിക്കൂർ മാത്രമായിരുന്നു, 1 മണിക്കൂർ 20 മിനിറ്റ് മാത്രമായിരുന്നു അന്ന് ആ ഒരു സംഭാഷണം നീണ്ടത്. അല്ലെങ്കിൽ ആ ഒരു കേസുമായി ബന്ധപ്പെട്ട മൊഴിയെടുക്കൽ നീണ്ടത് 1 മണിക്കൂർ മാത്രമാണ്. തന്റെ പക്കൽ കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട്. അതായത് 1.5 മണിക്കൂർ മാത്രമാണ് അത് നീണ്ടത് എന്ന് കാണിക്കുന്നതിനുള്ള കൃത്യമായിട്ടുള്ള രേഖകളുണ്ട്. അത് ഡിജിറ്റൽ തെളിവുകളുണ്ട്. അത് തൃക്കാക്കര ACPക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്ന് കൂടി ലക്ഷ്മിപ്രിയ പറയുന്നുണ്ട്. ഒപ്പം തനിക്കും അൻസിബയ്ക്കും തമ്മിൽ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അൻസിബയെ അയച്ച മെസ്സേജ് അത് തന്റെ കുടുംബത്തെ പോലും കുടുംബജീവിതത്തെ പോലും വളരെ മോശമാകുന്ന രീതിയിലേക്ക് ബാധിക്കുന്ന അവസ്ഥയിലേക്ക് വന്നപ്പോൾ മാത്രമാണ് താൻ അൻസിബയോട് ഇതിന്റെ എന്താണ് ഈ മെസ്സേജ് അർത്ഥം, അല്ലെങ്കിൽ എന്താണ് ഈ മെസ്സേജ് കൊണ്ട് അൻസിബ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ച് പുറകെ നടന്നത്. പക്ഷേ ഒരു രീതിയിലും അൻസിബ ഇത് വിശദീകരിക്കാൻ തയ്യാറായില്ല. തൻ്റെയോ തൻ്റെ ഭർത്താവിൻ്റെയോ ഫോൺ പോലും അൻസിബ എടുക്കുന്നില്ല. പലയിടങ്ങളിൽ പൊതുപരിപാടികൾ ഉൾപ്പെടെ കണ്ടിട്ടും അൻസിബയോട് ചോദിച്ചു. പക്ഷെ അൻസിബ അതിന് മാത്രം ഉത്തരം നൽകുന്നില്ല. അതിനൊടുവിലാണ് ഈ ഒരു നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകാൻ ഈ ലക്ഷ്മിപ്രിയയെ പ്രേരിപ്പിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തൃപ്പൂണിത്തറ പോലീസിന് വനിതാ സെല്ലിന് പരാതി നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അൻസിബയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് വിട്ടയക്കുകയും ഒക്കെ ചെയ്തത്. എന്തായാലും ആ കേസ് പോലും രജിസ്റ്റർ ചെയ്തില്ല. പിന്നീട് ഒരു വ്യക്തി വൈരാഗ്യം തീർക്കുന്ന പോലെ അൻസിബ അതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. SI രേഷ്മ പോലും വളരെ മാന്യമായിട്ടാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത്. തങ്ങളെ ഇരുവരെയും കേട്ട് ഹൻസിബയ്ക്ക് പോലും അനുകൂലമാകുന്ന തരത്തിൽ മാത്രമാണ് ആ ഒരു പരാതി എഴുതിയെടുത്തത്, അല്ലെങ്കിൽ പോലീസ് ഇതെല്ലാം രേഖപ്പെടുത്തിയതെന്ന് കൂടി ലക്ഷ്മിപ്രിയ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം ചോദിക്കേണ്ടതുണ്ട്. രേഷ്മയുടെ മൊഴിയെടുക്കാനുള്ള നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകുമോ?
രേഷ്മയുടെ മൊഴിയെടുപ്പ് 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടാകുമെന്നാണ് തൃക്കാക്കര ACP വ്യക്തമാക്കുന്നത്. ഇന്നലെ അൻസിബയുടെ മൊഴിയെടുത്തു, ഇന്ന് ലക്ഷ്മിപ്രിയയുടെ എടുത്തു, ഇനി രേഷ്മയുടെ മൊഴി കൂടി എടുക്കേണ്ടിയുണ്ട്. അത് 2 ദിവസത്തിനുള്ളിൽ തന്നെ എടുക്കുമെന്നാണ് ACP വ്യക്തമാക്കുന്നത്. അതിനുശേഷം മാത്രമായിരിക്കും ഇതൊരു കേസ് FIR രജിസ്റ്റർ ചെയ്യണമോ അതോ ഇത് പ്രശ്നങ്ങൾ പരിഹരിച്ച് തീർക്കാവുന്നതാണെങ്കിൽ അത്തരത്തിൽ തന്നെ പോകട്ടെ എന്നൊരു തീരുമാനത്തിലായിരിക്കും ACP എത്തുക. ഏതായാലും വിഷയത്തെ ഗൗരവത്തോടു കൂടി തന്നെയാണ് പോലീസും നോക്കിക്കാണുന്നത്. ഇവരുടെ പക്കലുള്ള തെളിവുകൾ, മൊഴികൾ ഇതെല്ലാം പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികളും സ്വീകരിക്കുക. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരണം നൽകിയത്. എന്തായാലും ഇതൊരു സ്ത്രീ നൽകിയ, ഒരു നടി നൽകിയ പരാതിയാണ്. സിനിമയ്ക്കുള്ളിൽ സ്ത്രീകൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അത് പുരുഷ മേധാവിത്വമുള്ളൊരു സംഘടനയാണ് അമ്മ എന്ന ആക്ഷേപമൊക്കെയാണ് ഉയർന്നു വന്നത്. അതിനിടെയാണ് സ്ത്രീകൾ അമ്മയുടെ തലപ്പത്തേക്ക് വന്നത്. പക്ഷേ അവിടെയും ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് താരസംഘടനയ്ക്ക് തന്നെ നാണക്കേടാണ്. അവർ തന്നെ ഈ പ്രശ്നം പറഞ്ഞ് പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.